ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരപകടത്തിൽപ്പെട്ട് ഒരു ചെറുപ്പക്കാരൻ റോട്ടിൽ ഇങ്ങനെ രക്തം വാർന്ന് കിടക്കുക. സ്വന്തം വീടിന്റെ മുറ്റത്ത് വെച്ച് മുൻപിൽ വെച്ചിട്ട് അപകടം പറ്റിയത്. നാട്ടുകാരൊക്കെ ഓടിക്കൂടി ആ ചെറുപ്പക്കാരനായ കുട്ടിയെ ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെടാൻ നേരത്ത് ആ ഉമ്മയും വന്ന് വണ്ടി കയറി. ആളുകൾക്ക് പേടിയായി. ഈ കുട്ടി മരിച്ചുപോയാൽ ഈ ഉമ്മാൻ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന ബേജാറ്. എങ്ങനെയപ്പം ഉമ്മാൻ ഒന്ന് ആശ്വസിപ്പിക്കാന്നുള്ള ബേജാറ്. ആ ഉമ്മ മുറിവ് പറ്റി രക്തം വാർന്നൊലിച്ച് കിടക്കുന്ന മകന്റെ അരികിൽ നിന്ന് കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, മോനെ കുലിയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ഇടക്കിടക്ക് ശീലയിൽ വെള്ളം നനച്ച് മകന്റെ ചുണ്ടിലേക്ക് കുറ്റിച്ചു കൊടുക്കുമ്പോഴും കണ്ണ് നിറയാതെ ഉമ്മ പറഞ്ഞു കൊടുക്കുക, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. അവസാനം ആശുപത്രിയിൽ എത്തുന്നതിന്റെ മണിക്കൂറുകൾക്ക് അല്ലെങ്കിൽ നിമിഷങ്ങൾക്ക് മുൻപ് ആ മോൻ മരിച്ചു പോയിട്ടുണ്ട്. അവസാനം ആശുപത്രിന്റെ അകത്തേക്ക് കയറ്റി പരിശോധിച്ച ഡോക്ടർമാര് പറഞ്ഞു, ഒരു അരമണിക്കൂർ നേരത്തെ കൊണ്ടുവന്നാ എന്തെങ്കിലും ചെയ്യായിരുന്നു, ഒരു 10 മിനിറ്റ് നേരത്തെ കൊണ്ടുവന്നാ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയായിരുന്നു. ഈ കുട്ടിയുടെ മരണം എങ്ങനെ ഉമ്മാനോട് പറയും എന്ന് ബേജാറായി ഇങ്ങനെ നിൽക്കുന്ന നാട്ടുകാര്, കുടുംബക്കാര്, ബന്ധുക്കള്. അവസാനം കുടുംബത്തിൽ ഒരു കാരണവര് ചെന്നിട്ട് ആ ഉമ്മാനോട് പറഞ്ഞു, മോളെ ഒരു 10 മിനിറ്റ് നേരത്തെ കൊണ്ടുവന്ന് നീനെ എന്തേ ആക്കാന്നാ ഡോക്ടർമാര് പറയുന്നത്. ഓൻ പോയിട്ടുണ്ട് കേട്ടോ, പടച്ചോൻ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു തുള്ളി കണ്ണീര് പോയിക്കാതെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ ഉമ്മ പറഞ്ഞു, 10 മിനിറ്റ് അല്ല 1 മണിക്കൂർ നേരത്തെ കൊണ്ടുവന്നാലും പടച്ചോൻ വിചാരിച്ചിട്ടില്ലേ കിട്ടൂലപ്പാ, പടച്ചോൻ വിചാരിച്ചിട്ടില്ലേ കിട്ടൂല. ഓനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അള്ളയാണെങ്കിൽ അത് 10 അല്ല 1 മണിക്കൂർ നേരത്തെ നമ്മൾ കൊണ്ടുവന്നാലും പടച്ചോൻ നമുക്ക് തന്നോളണമെന്നില്ല. ആ ഈമാനാണ് ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസം. 60 കോടി രൂപ ഇക്കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ആളുകൾക്ക് റമദാനിൽ 400-ലധികം കിറ്റുകൾ കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ കൊറോണ കാലത്ത് 60 കോടി രൂപ നഷ്ടത്തിൽപ്പെട്ട് സർവ്വതും നശിച്ച് വീടുകൾ ആളുകൾക്ക് വിറ്റ് കടം വീട്ടി ഇപ്പോഴും പള്ളിയിൽ വന്ന് പുഞ്ചിരിച്ചു പോകുന്ന ചെറുപ്പക്കാരനോട് നാട്ടുകാർ ചോദിച്ചു, എനിക്ക് വിഷമൊന്നുമില്ലേ? ഓൻ പറഞ്ഞു, പടച്ചോൻ എനിക്ക് അത്രേ വിധിച്ചിട്ടുണ്ടാവും. എനിക്ക് തന്നതും റബ്ബ, എന്റേത് കൊണ്ടുപോയതും റബ്ബ. ഇനി എനിക്ക് തരൂല നിന്റെ റബ്ബിനോട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് റബ്ബില് ഒരു വിശ്വാസക്കുറവുമില്ല. ആ ഈമാനാണ് മനുഷ്യരെ ഈമാൻ. അതല്ലാതെ നാവ് കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ ഈമാനായി സമാധാനം കിട്ടിയെന്നില്ല. ഇപ്പോഴും ഷഹാദത്ത് കലിമ ചൊല്ലിയവർക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലേ? ഈമാന്റെ കുറവാ. നട്ടപ്പാതിര നേരത്ത് മൊബൈൽ മക്കളിച്ചിട്ട് ഉറക്കം വരാതെ തിരിഞ്ഞു മറഞ്ഞു കിടക്കുമ്പോഴും എന്താ പടച്ചോനെ ഒരു സമാധാനമല്ലാത്ത? ശീതീകരിച്ച AC-യ, സഞ്ചരിക്കുന്നത് ലക്ഷറി കാറില, വീട്ടിന് 4000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. മനസ്സമാധാനം മാത്രം പലർക്കും ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നറിയോ? ഈമാന്റെ കുറവാ. ഈമാൻ നെഞ്ചിന്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് പ്രതിരോധത്തിലും ഏത് പ്രതിസന്ധിയിലും നമുക്ക് പടച്ചോന്റെ അടുത്ത് നെഞ്ചും വിരിച്ച് നിൽക്കാൻ പറ്റും. ആ വിശ്വാസമായിരുന്നു സഅദ് ബിൻ ഹുദൈഫ, അബ്ദുല്ലാഹ് ബിൻ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അല്ലേ? ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് ശത്രുക്കളായ ക്രിസ്ത്യാനികൾ പറഞ്ഞു, വേഷം മാറി വന്നത് ക്രിസ്ത്യാനികളാണെന്ന് അറിയാത്ത റസൂലുള്ളാഹിനോട് അവര് പറഞ്ഞു, നബിയെ മുഹമ്മദേ, ഖുർആൻ പഠിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ആളെ വിട്ടിരണം. പുഞ്ചിരിയോടെ ആവേശത്തോടെ 70 ആളുകളെ ഖുർആൻ ഹാഫിളാക്കിയ 70 സഹാബാക്കളെ റസൂലുള്ള പറഞ്ഞയക്കുക. അള്ളാഹിന്റെ റസൂലിന് അറിയൂലട്ടോ ഈ വന്നത് കൊല്ലാൻ കൊണ്ടുവന്നവരാണ്. പക്ഷെ ഇന്നത്തെ ഷെയ്ഖുനാക്ക് അറിയാൻ പറ്റും. എന്ത്? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോർമ്മ. പെട്രോൾ ടാങ്കിൽ പെട്രോൾ ഇല്ല എന്നറിഞ്ഞിട്ടും 4 ദിവസം ആ പെട്രോൾ ടാങ്കും വെച്ചിട്ട് കാറ് കൊണ്ടുപോയിട്ട് തിരിച്ചറിഞ്ഞ ഷെയ്ഖിനെ പറഞ്ഞു, പെട്രോൾ 4 ദിവസം മുമ്പ് തീർന്നിട്ടുണ്ടോ. ആ കഴിവ് പോലും അള്ളാന്റെ ഹബീബിനില്ല എന്നാ വാദിക്കുന്നത്. ലോകത്തിന്റെ പ്രവാചകൻ അറിയല 70 പേരെ കൊല്ലാൻ കൊണ്ടുപോകാന്ന്. റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയൂല. റസൂലുള്ളാഹിക്ക് അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ കിട്ടുമല്ലാതെ അറിയൂല. 70 പേരെയും കൂട്ടിക്കൊണ്ടുപോയ ശത്രുക്കൾ മക്കയുടെ അതിര് കഴിഞ്ഞ് റോമക്കാരുടെ പറമ്പിലെത്തിയപ്പം 69 പേരെയും പല നിലക്കും കൊന്നുകളഞ്ഞു. ചിലരെ കുരിശിലേറ്റി, ചിലരെ തിളച്ചു മറിഞ്ഞ എണ്ണയിലിട്ട് കൊന്നു, ചിലരെ കയ്യും കാലും 2 ഭാഗത്തുനിന്നും വ്യത്യസ്തമായി വെട്ടി രക്തം വാർന്നു മരിച്ചു. 70-ാമനായി കൊല്ലാൻ കൊണ്ടുവന്നത് ആ 69 പേരുടെയും നേതാവ് അബ്ദുല്ലാഹ് ബിൻ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെയാണ്. അബ്ദുല്ലാഹ് ബിൻ ഹുദൈഫയെ ഈത്തപ്പനയിൽ കുരിശ് പോലെ കെട്ടിയിട്ടാ കൊണ്ടുവരുന്നത്. സഹാബാക്കളിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ 2 കൈകളിലും 2 കുന്തങ്ങൾ അടിച്ചു കയറ്റിയിരുന്നു. എന്നിട്ടും മരത്തിൽ കുന്തം അടിച്ചു കയറ്റി കൊണ്ടുവന്ന ഹുദൈഫ ഭരണാധികാരിയുടെ മുൻപിൽ നിർത്തിയപ്പോൾ പറഞ്ഞു, ഹുദൈഫ, താങ്കൾക്ക് രക്ഷപ്പെടാം, ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. എന്തു പറയണം?
എന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഈ കുരിശിൽ മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് രക്ഷപ്പെടാം. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു ഇത് കേട്ട സെക്കൻഡിൽ ഒരു പരിഹാസത്തോടെ ഒരു ചിരി ചിരിച്ചു എന്നാണ്. അപ്പൊ ഭരണാധികാരിക്ക് മനസ്സിലായി ഓഫർ ശരിയായിട്ടില്ല. വീണ്ടും ആ റോമൻ ചക്രവർത്തി തിരിച്ചു പറഞ്ഞു, ഹുദൈഫ, അങ്ങനെ താങ്കൾ പറഞ്ഞാൽ എന്റെ മകളെയും പകുതി രാജാധികാരവും താങ്കൾക്ക് ഞാൻ തരും. ഹുദൈഫ റളിയല്ലാഹു അൻഹു പരിഹാസത്തോടെ പറഞ്ഞു, എന്റെ ഹബീബായ റസൂൽ എന്നെ പഠിപ്പിച്ച വിശ്വാസത്തിന്റെ താഴെയാണോ എന്റെ മോളും അധികാരവും? എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്ന പോലും ഇഷ്ടപ്പെടാത്ത എന്നെ നിന്റെ മകളെയും സമ്പത്തും കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു. എന്റെ ശരീരത്തിൽ ഒരു രോമത്തിൽ പോലും ഞാൻ പ്രവാചകനെ തള്ളിപ്പറയാൻ പഠിച്ചിട്ടില്ല. കോപാകുലനായ ഭരണാധികാരി ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി കൽപ്പന കൊടുത്തു. അവസാനം വയറിന് കുന്തം കൊണ്ട് കുത്തുകിട്ടാൻ നിൽക്കുന്ന സെക്കൻഡിൽ ഹുദൈഫാന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ഭരണാധികാരി പറഞ്ഞു, നിൽക്കട്ടെ, ഓനെന്തോ മനമാറ്റം വന്നിട്ടുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്ന് ഭരണാധികാരി ചോദിച്ചു, ഹുദൈഫ, മരിക്കാൻ ഇത്ര പേടിയാണോ താങ്കൾക്ക്? ഹുദൈഫ പറഞ്ഞു, ഇല്ല. പിന്നെ എന്തിനാ നീ കരഞ്ഞ്? ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞ വാക്ക്, നീ എന്നെ കൊല്ലാൻ തീരുമാനിച്ചു, നീ കൊല്ലും എന്ന് എനിക്കറിയാം. നിനക്ക് എന്നെയും എന്റെ കൂടെ വന്ന 69 പേരെയും കൊല്ലാൻ സാധിച്ചത് ഒരു തവണ മാത്രമാണ്. എന്നെ നീ കൊല്ലണം എന്ന് തീരുമാനിച്ചാലും എന്റെ ജീവൻ എടുക്കാൻ നിനക്ക് ഒരിക്കലേ പറ്റൂ. ഞാൻ ആഗ്രഹിച്ചു പോയി, എന്റെ ശരീരത്തിലെ രോമങ്ങൾക്കത്ര എനിക്കെങ്ങാനും ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ജീവനും പടച്ച റബ്ബിന്റെ മാർഗത്തിൽ നീ അരിഞ്ഞെടുക്കുമ്പം കുരിശിലേറ്റുമ്പം അത്രയും ജീവന്റെ കണക്ക് എനിക്ക് എന്റെ അള്ളാനോട് പറയാൻ പറ്റും. ഇതിപ്പോ ഒരു ജീവന്റെ കണക്കല്ലേ എനിക്ക് അള്ളാനോട് പറയാനുള്ളൂ എന്നാലോചിക്കുമ്പോ ഒരു സങ്കടം. ആ വിശ്വാസത്തിന്റെ മുൻപിൽ പതറിപ്പോയ ഭരണാധികാരി ചോദിച്ചു, ഹുദൈഫ, അവസാന ആഗ്രഹം വല്ലതുണ്ടോ? ഉണ്ട്. എന്തേ? 2 റക്അത്ത് നിസ്കരിക്കണം. ആയിരക്കണക്കിന് ശത്രുക്കൾ റോമൻ സൈന്യം നോക്കി നിൽക്കെ അവരെ നടുവിൽ പടച്ചോന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഹുദൈഫ 2 റക്അത്ത് പെട്ടെന്ന് നിസ്കരിച്ച് സലാം കിട്ടി. കണ്ടു നിൽക്കുന്ന ഭരണാധികാരിയും പടയാളികളും പരിഹാസത്തോടെ ചോദിച്ചു, ഹുദൈഫ, ഇതാണോ നിസ്കാരം? ഇതിന് നമസ്കാരം എന്ന് പറയൂ? ഇത്ര പെട്ടെന്ന് തീർന്നോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, എന്റെ നാഥന്റെ മുൻപിൽ സമയമെടുത്ത് നെറ്റി ചേർത്ത് എന്റെ സങ്കടം പറയുന്നതായിരുന്നു നമസ്കാരം. പക്ഷേ ഞാനത് വേഗം നിർവഹിക്കാനുള്ള കാരണം, ഒരു പക്ഷെ ഞാൻ സമയമെടുത്ത് നിസ്കരിച്ചാൽ നീ അടക്കം നിന്റെ കൂട്ടാളികൾ പറയും, ഹുദൈഫ മരണത്തെ പേടിച്ചിട്ട സമയമെടുത്ത് നിസ്കരിച്ചതെന്ന്. അതെന്നെ പറ്റി പറയാതിരിക്കാൻ, അതെന്റെ റസൂലിനും എന്റെ ഇസ്ലാമിനും അതൊരു കളങ്കമാകാതിരിക്കാൻ നിനക്ക് വേണമെങ്കിൽ എന്നെ വേഗം കൊല്ലാം എന്ന തീരുമാനം കൊണ്ടാ ഞാൻ പെട്ടെന്ന് നമസ്കരിച്ചത്. ആ വിശ്വാസത്തിന്റെ മുൻപിൽ അപമാനിതായ ഭരണാധികാരി ഹുദൈഫാനെ കുരിശിലേറ്റി കൊല്ലുക. പിന്നെ അതാ മനുഷ്യരെ വിശ്വാസം. ആ ഈമാനാണ് നമ്മുടെ മനസ്സിൽ ഒരു സമാധാനം ഉണ്ടാക്കുക. ഞാൻ ഇല്ലാതായാലും എന്റെ കുടുംബത്തെ റബ്ബ് കാക്കും എന്ന വിശ്വാസം, അല്ലേ? ഞാൻ ഇല്ലാതായ എന്റെ കുടുംബത്തിനെ റബ്ബ് കാക്കും. എനിക്ക് പടച്ചോൻ എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഏത് കോട്ടക്കുള്ളിലാണോ അള്ള വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുൻപിലെത്തും. ഏത് ചുണ്ടോടടുപ്പിച്ചിട്ടുണ്ടോ അള്ള വിധിച്ചിട്ടില്ലെങ്കിൽ അത് തട്ടിപ്പോവുകയും ചെയ്യും.